ഇവിടെ 1-ാം തീയതി ശമ്പളം കൊടുക്കേണ്ടത് 1,75,000 പേർക്കാണ്. 2-ാമത്തെ ദിവസം ശമ്പളം കൊടുക്കേണ്ടത് 2 ലക്ഷം പേർക്കാണ്. 3-ാമത്തെ ദിവസം ശമ്പളം കൊടുക്കേണ്ടത് 1,50,000 പേർക്കാണ്. അങ്ങനെ ആദ്യത്തെ 3 ദിവസം കൊണ്ട് 5.25 ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കണം. ഇവിടെ നേരത്തെയുള്ള ഗവൺമെന്റ് ETSP എന്ന് പറയുന്ന എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സ്വന്തമായി അക്കൗണ്ട് ഉണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശമ്പളം വരുന്നത്. അതിലേക്ക് വരുന്ന ശമ്പളം നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആ ശമ്പളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിൽ. അപ്പൊ ചിലർ 100% ട്രാൻസ്ഫർ ചെയ്യും. കുറെ ആളുകൾ കുറെ പണം ഈ ട്രഷറിയിൽ സേവ് ചെയ്യും, ട്രഷറി അക്കൗണ്ടിൽ സേവ് ചെയ്യും. ചിലർ 20% അവിടെ സേവ് ചെയ്യും. സേവ് ചെയ്യുന്നവർക്ക് പലിശ കിട്ടും. ഇവിടെ ഇപ്പൊ പറയുന്നത് ETSP അക്കൗണ്ടിൽ പണം വന്നു എന്നാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല. ആ പണം ബാങ്കിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ബാങ്കിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ പണം വരില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ എന്താണ് മന്ത്രി പറഞ്ഞത്? എന്താണ്? സോഫ്റ്റ്വെയറിലുള്ള സാങ്കേതിക തകരാറാണ്. കേരളം ഭരിക്കുന്ന ധനകാര്യമന്ത്രി മിസ്റ്റർ ബാലഗോപാൽ അന്ന് കേരളത്തിലെ ജനങ്ങളോടും ജീവനക്കാരോടും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ്? ആദ്യത്തെ 4-5 പ്രവൃത്തി ദിവസക്കാലം 4,500-5,000 കോടി രൂപയ്ക്കിടയിൽ വേണം ക്യാഷ് ഔട്ട്ഫ്ലോ. സംസ്ഥാനത്തിന്റെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 4,500-5,000 കോടി രൂപയാണ്. ഫെബ്രുവരി 29-ാം തീയതി നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് 4,000 കോടി രൂപ കിട്ടി. 2,736 കോടി നികുതി വിഹിതവും പിന്നെ IGST വിഹിതവുമായി 4,000 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടി. എന്തുപറ്റി? അതിനു മുമ്പുള്ള ട്രഷറിയുടെ ഓവർ ഡ്രാഫ്റ്റ് എത്രയാ? 3,800 കോടി. അപ്പൊ 4,000 കോടി ഫെബ്രുവരി 29-ന് കയ്യിൽ കിട്ടിയപ്പോൾ 3,800 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ അത് കഴിച്ചാൽ പിന്നെ എത്രയുണ്ട്? 1-ാം തീയതി രാവിലെ 200 കോടി രൂപ. 200 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആദ്യത്തെ 4-5 ദിവസക്കാലം 4,500-5,000 കോടി രൂപയുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? മാജിക് വല്ലതും കയ്യിലുണ്ടോ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കയ്യിലുണ്ടോ? അലാവുദ്ദീന്റെ ഒരു അത്ഭുത വിളക്ക് കയ്യിലുണ്ട്. അത് വെച്ചാണ് സോഫ്റ്റ്വെയർ ഉടായ്പ്, സോഫ്റ്റ്വെയർ തട്ടിപ്പ് ഇവിടെ നടത്തിയത്. സോഫ്റ്റ്വെയർ തട്ടിപ്പാണ്. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നടത്തിയ സോഫ്റ്റ്വെയർ തട്ടിപ്പാണ്. ഒരു സാങ്കേതിക പ്രശ്നവുമില്ല. ഒരു സാങ്കേതിക പ്രശ്നവുമില്ല. സാങ്കേതിക പ്രശ്നം മാറിയെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ ഒന്ന് ഇനിയിപ്പോ ഇന്നും നാളെയും തീരാൻ പോകുന്നില്ല. 5-ാം തീയതി ആയാലും 6-ാം തീയതി ആയാലും തീരാൻ പോകുന്നില്ല. ഇത് ഈ മാസം 15-ാം തീയതി വരെ ഈ പ്രശ്നം നീണ്ടുപോകും. ഇനി എന്താ വഴിയുള്ളത്? ഇനിയുള്ള വഴി എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. ഓവർ ഡ്രാഫ്റ്റ് ഒരു 3,600 കോടി രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം ഇപ്പോ. പക്ഷേ ഉള്ള കുഴപ്പമെന്താ? ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം. മാത്രമല്ല ഇത് മാർച്ചാണ്. മാർച്ച് അവസാനം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാർച്ച് അവസാനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഉണ്ടാകുന്ന സമയമാണ് മാർച്ച്. കോടിക്കണക്കിന് രൂപ വേണം കയ്യിൽ. ഒരു നയാ പൈസ കയ്യിലില്ല. എന്നോട് പരിഭവിച്ചു. ബജറ്റിൽ എനിക്കൊരു മറുപടി ഉണ്ട്. ട്രഷറിയിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്ന് പറഞ്ഞവർക്ക് മറുപടി ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞ്. ഇതാണോ ബാലഗോപാൽ മറുപടി? ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പൂച്ചയുണ്ട്. അത് പ്രസവിക്കാനുള്ള ദിവസം അവസാനത്തെ 2 ദിവസം അതിന്റെ ഒരു പോക്ക് ശ്രദ്ധിക്കണ്ട. അതിങ്ങനെ ഓടി നടക്കും. എന്നിട്ട് ആളൊഴിഞ്ഞ ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ പൂച്ച പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേരളത്തിന്റെ ഖജനാവാണ്. വെറുതെ പറഞ്ഞല്ല. അപ്പൊ നമുക്ക് മനസ്സിലായ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ 5,000 കോടി രൂപ വേണം. കയ്യിലുള്ളത് എത്രയാ? 200 കോടി. ഇതാണ് തട്ടിപ്പ്. അപ്പൊ നിങ്ങൾ എന്തിനാ ആളുകളെ കബളിപ്പിക്കുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഞാൻ പണ്ട് നിങ്ങളുടെ സമരത്തില്
അസോസിയേഷന്റെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും. അപ്പൊ നിങ്ങൾ 7 മാസത്തെ DA കുടിശ്ശിക വേറെ, ലീവ് സറണ്ടർ കിട്ടും. എപ്പോഴാണെന്നറിയോ? 4 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റ് വരുമ്പോ. അപ്പോ ഇപ്പൊ തന്നെ പെൻഷൻകാർക്ക് DR കൊടുക്കുന്നില്ല, ഇവർക്ക് DA കൊടുക്കുന്നില്ല, ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. ആ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിങ്ങൾക്കും കിട്ടാനുണ്ട്, പെൻഷൻകാർക്കും കിട്ടാനുണ്ട്. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൂടി ഈ മാസത്തെ ശമ്പളം മാറ്റി നിർത്തിയാൽ അത് കൂട്ടിയിട്ടില്ലേ? അല്ലാതെ 40,000 കോടി രൂപയുടെ ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇത് വരുന്നത്. പിന്നെ ബാക്കി പുറത്തുള്ളവരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ? 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക ആർക്കൊക്കെയാണ്? 55 ലക്ഷം പേർക്ക്, 55 ലക്ഷം കുടുംബങ്ങൾക്ക്. ഭിന്നശേഷിക്കാർ, വാർദ്ധക്യം ബാധിച്ചവർ, അഗതികൾ, വിധവകൾ, ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള തുക എത്രയാ? 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക. എല്ലാ ക്ഷേമനിധി ബോർഡുകളും നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കൊടുത്തിട്ട് 15 മാസം, കർഷക തൊഴിലാളി ക്ഷേമനിധി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടികളുടെ എല്ലാ ക്ഷേമനിധിയും പൊളിഞ്ഞു പാളീസായി. അപ്പൊ അതെല്ലാം കൂടി ഒരു പെൻഷൻ ഇപ്പോൾ ഉള്ളൂ. വെൽഫെയർ പെൻഷൻ കിട്ടുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ 1 കോടി ആളുകൾക്ക് കൊടുക്കാനുണ്ട് പൈസ, ഈ സർക്കാർ കൊടുക്കാനുണ്ട്. കുട്ടികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല, SC ST വിദ്യാർത്ഥികൾക്ക് പഠിത്തം നിർത്തി പോരുക. ഇന്നലെ എന്നോട് വന്നൊരു കുടുംബം പറഞ്ഞു, കൊച്ചിന്റെ പഠിത്തം നിർത്തും. BDS പഠിക്കുന്ന കുടുംബം, കൊച്ചാണ്, നല്ല കുട്ടിയാണ്, പക്ഷെ 3 കൊല്ലമായിട്ട് ഈ ഗ്രാന്റ് കൊടുത്തിട്ടില്ല.